5 മാസം മാത്രം പ്രായമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഒറ്റപ്പാലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സംശയിക്കേണ്ട. ഇരുളിന്റെ ചുരുളിനോ പകലിന്റെ പ്രകാശത്തിനോ ഉണ്ടാക്കിയ ഏതെങ്കിലും രാഷ്ട്രീയ ധാരണകളുടെ പേരിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റപ്പാലത്ത് PDP വോട്ട് ചെയ്യാൻ പറഞ്ഞതെന്നാരും സംശയിക്കേണ്ട. ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇവിടെ പിന്നിൽ നടന്നിരിക്കുന്ന ജനസംഖ്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, PDPക്ക് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി യാതൊരു ഭേദവുമില്ല. PDPക്ക് അനിവാര്യതയോട് യാതൊരു അനുഭാവവുമില്ല. PDP ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി ചേർന്നിട്ടില്ല. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെ വരുമെങ്കിൽ അബ്ദുൽ നാസർ മർദനിയോ PDPയുടെ നേതാക്കളോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തുമെങ്കിൽ അത് PDPയുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ തന്നെയായില്ല. അതിലൊന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സംശയം വേണ്ട. പിന്നെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒറ്റപ്പാലം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മറുപടിയുണ്ട്. ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്താണ്, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് PDP രൂപം കൊണ്ടത്. PDP രൂപം കൊണ്ടതിന് ശേഷം പ്രഖ്യാപിച്ച ഇലക്ഷൻ ഒരിക്കൽ മാറ്റിവെച്ചു. വീണ്ടും ഇലക്ഷൻ പ്രഖ്യാപിച്ചു. എന്നിട്ട് ആ ഇലക്ഷൻ വീണ്ടും മാറ്റിവെച്ചു. അതിനുശേഷം മൂന്നാമതായി ഇലക്ഷന്റെ തീയതി തീരുമാനിച്ചതിന് ശേഷം വളരെ നിർണായകമായ ഘട്ടത്തിൽ അതുവരെയും വളരെ വിശദമായി കാര്യങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം അവസാന നിമിഷങ്ങളിൽ മാത്രമാണ്, ഇലക്ഷൻ ഏതാനും ദിവസങ്ങൾക്ക് നാളുകൾക്ക് മുമ്പ് മാത്രമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നയം വ്യക്തമാക്കാൻ നിർബന്ധിതരായത്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള യാതൊരു സ്നേഹവും കൊണ്ടല്ല, യാതൊരു ബഹുമാനവും കൊണ്ടല്ല, അവരോടുള്ള യാതൊരു താല്പര്യവും കൊണ്ടല്ല, അവർക്ക് കൊടുത്ത യാതൊരു അംഗീകാരവും കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്